ചാലക്കുടി പുഴയിൽ കുളിക്കാനിറങ്ങിയ 3 പേരിൽ 2 പേർ മുങ്ങിമരിച്ചു. ബന്ധുക്കളായ ജ്വാലലക്ഷ്മി, മേഘ എന്നിവരാണ് മരിച്ചത്. പഴുവിൽ 2 വയസ്സുകാരനെ പാടത്തെ വെള്ളക്കെട്ടിൽ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധയേറ്റതായി സംശയം. വയറിളക്കവും ഛർദിയുമായി 85ഓളം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ കോതവർപ്പിൽ സ്വകാര്യ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ റിട്ടയർഡ് എസ്ഐ മരിച്ചു. എറവ് കപ്പലുപള്ളിക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ച് തലകീഴായി മറിഞ്ഞ് 3 പേർക്ക് പരിക്ക്. കാനഡയിൽ കൊല്ലപ്പെട്ട ചാലക്കുടി സ്വദേശിനി ഡോണയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. പ്രതിയെന്ന് സംശയിക്കുന്ന ഭർത്താവിനായി അന്വേഷണം തുടരുന്നു. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പുത്തൻവേലിക്കര കോഴിത്തുരുത്തിൽ പെരിയാറിന്റെ കൈവഴിയിൽ കുളിക്കാനിറങ്ങിയ 2 പേർ മുങ്ങിമരിച്ചു. അവധിക്കാലം ആഘോഷിക്കാനായി ഒത്തുകൂടിയ സഹോദരങ്ങളുടെ മക്കളാണ് അപകടത്തിൽപ്പെട്ടത്. കൊടകര വെമ്പനാട്ട് വിനോദിന്റെ മകൾ 13 വയസ്സുള്ള ജ്വാലലക്ഷ്മി, പുത്തൻവേലിക്കര കുട്ടിക്കാട്ടുപറമ്പിൽ രാഹുലിന്റെ മകൾ 23 വയസ്സുള്ള മേഘ എന്നിവരാണ് പുഴയിൽ മുങ്ങിമരിച്ചത്. ഇവർക്കൊപ്പം പുഴയിലിറങ്ങിയ മേഘയുടെ സഹോദരി നേഹ രക്ഷപ്പെട്ടു. നേഹ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബിൽജയും റീജയും സഹോദരിമാരാണ്. ഇവരുടെ സഹോദരൻ ബിജോഷും ഭാര്യയും മകളും ഇവർക്കൊപ്പം പുഴയിലെത്തിയിരുന്നു. എന്നാൽ ഇവർ പുഴയിലേക്ക് ഇറങ്ങിയില്ല. ആഴം കുറഞ്ഞ പ്രദേശത്തിറങ്ങിയ മൂവരും മുന്നോട്ട് നീങ്ങുന്നതിനിടയിലാണ് മുങ്ങിപ്പോയത്. ഇവർ മുങ്ങിപ്പോകുന്നത് കണ്ട ഒരാളാണ് നേഹയെ രക്ഷപ്പെടുത്തിയത്. മറ്റ് 2 പേരെയും 1 മണിക്കൂറോളം നടത്തിയ തിരച്ചിലിലാണ് കണ്ടെത്തിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേർ ഒരു 5 പെൺപിള്ളേരും അവരുടെ അങ്കിളായിട്ടാണ് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വീട് ഇതാണ്. 3 പിള്ളേർ ഒഴുക്കിപ്പെട്ട് എന്ന് വെച്ചാൽ അവർ വിചാരിക്കാത്ത രീതിയിലുള്ള കുഴികളാണ് ഇവിടെ. ഈ പാലത്തിൻ്റെ ഈ ഒരു പകുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10-15 അടി താഴ്ചയുള്ള കുഴിയാണ്. അത് ഈ പുതിയ ആൾക്കാർക്ക് ആർക്കും അറിയില്ല ഇതിനെക്കുറിച്ച്. അതേപോലെ തന്നെ ആ കോർണറിലും ഒരു 20 അടിയോളം താഴ്ചയുള്ള കുഴിയാണ്. പിള്ളേർ ഇവിടെ കുളിക്കണ്ടായിരുന്നു. പിന്നെ ഒരു കുട്ടിയെ ഒഴുക്കിപ്പെട്ടപ്പോൾ മറ്റു 2 പേര് രക്ഷിക്കാൻ ചെന്നാണെന്നാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഓടി ചെന്നപ്പോഴേക്കും ഒരു കുട്ടീനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റി. ഇവിടെ പ്രദേശവാസികളായിട്ടുള്ള 2-3 പേര് ചാടി. പഴുവിൽ 2 വയസ്സുകാരനെ പാടത്തെ വെള്ളക്കെട്ടിൽ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. വെസ്റ്റ് ജവഹർ റോഡിൽ തറയിൽ സിജോയുടെ മകൻ ജെർമിയയാണ് മരിച്ചത്. വീട്ടിൽ കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടി വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയത് ആരും കണ്ടില്ലെന്ന് പറയുന്നു. വീടിന്റെ മുൻവശത്തുള്ള പാടത്തെ വെള്ളത്തിൽ നാട്ടുകാരാണ് കുട്ടിയെ കണ്ടെത്തിയത്. തുടർന്ന് കുട്ടിയെ പഴുവിൽ സെന്റ് ആന്റണീസ് മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ. വയറിളക്കവും ഛർദിയും മറ്റ് അസ്വസ്ഥതകളുമായി 85ഓളം പേർ ആശുപത്രിയിൽ ചികിത്സ തേടി. ശനിയാഴ്ച രാത്രി 8:30 സെയിൻ ഹോട്ടലിൽ നിന്നും പാഴ്സൽ വാങ്ങിക്കൊണ്ടുപോയി കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റതെന്ന് പറയുന്നു. ഒരു 30 കിലോ റൈസിന്റെ കുഴിമന്തി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ 6 മണിക്ക് ശേഷം ആണ് കുറച്ച് പേര് ഇങ്ങനെ പാർസൽ കൊണ്ടുപോയത്. ഹോട്ടലുകാർ പറയുന്നത് നമ്മൾ പാർസൽ കൊണ്ടുപോയി ഭക്ഷണം കഴിച്ചവർക്കാണ് വന്നിട്ടുള്ളത്. ഭക്ഷണം കഴിച്ച അർദ്ധരാത്രിയോടെ അസ്വസ്ഥത പ്രകടിപ്പിച്ചവരാണ് പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രം, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, പുതിയകാവ്, വലപ്പാട് എന്നിവിടങ്ങളിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. കുട്ടികളടക്കം പലരും ആശുപത്രികളിൽ ചികിത്സയിലാണ്. സംഭവത്തെ തുടർന്ന് ആരോഗ്യവകുപ്പും ഫുഡ് ആൻഡ് സേഫ്റ്റിയും ഹോട്ടലിൽ പരിശോധന നടത്തി. കുഴിമന്തിയോടൊപ്പം നൽകിയ മയോനൈസാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. കൊടുങ്ങല്ലൂർ കോതവർമ്പിൽ സ്വകാര്യ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ റിട്ടയർഡ് എസ്ഐ മരിച്ചു. കൊടുങ്ങല്ലൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന കൊല്ലം സ്വദേശി ശ്രീകുമാറാണ് മരിച്ചത്. കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന നാലുമാക്കൽ ബസ് സ്കൂട്ടറിന്റെ പുറകിലിടിച്ചായിരുന്നു അപകടം. ഇയാളുടെ തലയിലൂടെ ബസിന്റെ ചക്രം കയറിയിറങ്ങി. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ശ്രീകുമാർ മരിച്ചു. മൃതദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. എറവ് കപ്പൽപള്ളിക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ മതിലിടിച്ചതിനു ശേഷം ടെലിഫോൺ ജംഗ്ഷൻ ബോക്സ് തകർത്ത് നടുറോഡിൽ തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ കണ്ടശങ്കടവ് സ്വദേശികളായ വടക്കേത്തല ജോസഫ് പോൾ, അമ്മ നാൻസി പോൾ, ജോസഫിന്റെ മകൻ ബെഞ്ചമിൻ എന്നിവരെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ഭാഗത്തു നിന്ന് വന്നിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത്. യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ
കാറുകളും ജീപ്പും തമ്മിലടിച്ച് 3 പേർക്ക് പരിക്ക്. എരുമപ്പെട്ടി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറും പറപ്പൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറും മലപ്പുറം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ജീപ്പുമാണ് കൂട്ടിയിടിച്ചത്. കാറിലുണ്ടായിരുന്ന എരുമപ്പെട്ടി കുറ്റിക്കാട്ടിൽ വർഗീസിന്റെ ഭാര്യ ജെല്ലി, മകൾ സ്നേഹ, ബന്ധു ജോസ്മി എന്നിവർക്കാണ് പരിക്കേറ്റത്. കാർ ഓടിച്ചിരുന്ന മകൻ ബിജിൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേച്ചേരി ഭാഗത്ത് നിന്ന് വന്നിരുന്ന കാർ മുന്നിൽ പോയിരുന്ന ജീപ്പിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മറ്റൊരു കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. തുടർന്ന് ജീപ്പിലും ഇടിച്ചു. മറ്റു വാഹനത്തിലുള്ളവർക്ക് പരിക്കില്ല. അപകടത്തിൽ 3 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. കാനഡയിൽ കൊല്ലപ്പെട്ട ചാലക്കുടി സ്വദേശിനി പടിക്കല സാജന്റെ മകൾ ഡോണയുടെ മൃതദേഹം സംസ്കരിച്ചു. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ 100 കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. 4 മാസം മുൻപ് അവധിക്ക് വന്നുപോയ മകളുടെ ചേതനയേറ്റ ശരീരം വീട്ടിലെത്തിച്ചതോടെ അമ്മ ഫ്ലോറയും മറ്റു ബന്ധുക്കളും പൊട്ടിക്കരഞ്ഞു. ചാലക്കുടി ഫൊറോന വികാരി ഫാദർ ജോളി വടക്കന്റെ കാർമ്മികത്വത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. MLA സനീഷ് കുമാർ ജോസഫ്, നഗരസഭാ ചെയർമാൻ എബി ജോർജ് തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ അംഗനവാടികൾ ശോചനീയാവസ്ഥയിലാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് നടത്തിയ സമരം അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ പറഞ്ഞു. LDF ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പഞ്ചായത്തിൽ 30 അംഗനവാടികൾക്ക് സ്ഥലവും കെട്ടിടവും ഉണ്ടായത്. MLA ഫണ്ടും ത്രിതല പഞ്ചായത്ത് ഫണ്ടും ഉപയോഗപ്പെടുത്തി 3 അംഗനവാടികൾക്ക് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്തിരുന്നുവെന്നും മീന സാജൻ പറഞ്ഞു. 30 അംഗനവാടികളിൽ 3 അംഗനവാടികൾ മാത്രമാണ് താൽക്കാലിക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. പഞ്ചായത്തും വാർഡും കോൺഗ്രസ് നേതാക്കൾ നേതൃത്വം നൽകുന്ന കാലത്ത് നിർമ്മിച്ച ചിറവനേങ്ങാട് 102 നമ്പർ അംഗനവാടി ശുചിമുറി പോലും ഇല്ലാതെയാണ് കഴിഞ്ഞ 15 വർഷം പ്രവർത്തിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി. LDF ഭരണസമിതിയാണ് ശുചിമുറി നിർമ്മിച്ചു നൽകിയത്. അംഗനവാടി കെട്ടിടത്തിന്റെ മതിൽ തകർന്നതുമൂലം വെള്ളം അകത്തേക്ക് തെറിക്കുന്നതിനാൽ താൽക്കാലികമായി വാടക കെട്ടിടത്തിലാണ് അംഗനവാടി പ്രവർത്തിക്കുന്നത്. അംഗനവാടികളുടെയും സ്ഥല ഉടമകളുമായുള്ള കരാർ പ്രകാരം ഏപ്രിൽ മാസം വരെയുള്ള വാടക ശിശുക്ഷേമ വകുപ്പ് നൽകിയിട്ടുണ്ട്. ഇത് മറച്ചുവെച്ചാണ് 10 മാസത്തെ വാടക കുടിശ്ശിക നൽകിയിട്ടില്ലെന്ന് കോൺഗ്രസ് കള്ളപ്രചരണം നടത്തുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുറ്റപ്പെടുത്തി. കോൺഗ്രസിന്റെ തെറ്റായ പ്രചരണങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്നും മീന സാജൻ പറഞ്ഞു. പഞ്ചായത്തിന്റെ മുന്നിൽ ഇന്നലെ കോൺഗ്രസ് നടത്തിയ സമരത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അടിസ്ഥാനരഹിതമാണ്. കടങ്ങോട് പഞ്ചായത്തിൽ 30 അംഗൻവാടികളാണുള്ളത്. എല്ലാ അംഗൻവാടികൾക്കും സ്വന്തമായ സ്ഥലമുണ്ട്, കെട്ടിടങ്ങളുമുണ്ട്. ചില അൺഫിറ്റായ കെട്ടിടങ്ങൾ ഉള്ള അംഗൻവാടികൾ ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ആ കെട്ടിടത്തിന്റെ വാടക കോൾ മേഖലയെയും പുഴയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏനമാവ് റെഗുലേറ്ററിന്റെ നവീകരണം ഇനിയും വൈകിയേക്കും. റെഗുലേറ്റർ നവീകരണത്തിനുള്ള കരാർ നടപടികൾ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തതാണ് നവീകരണം വൈകാൻ കാരണം. മുല്ലശ്ശേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CA ബാബു വിവരാവകാശ നിയമപ്രകാരം ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് ജലവിഭവ വകുപ്പ് എറണാകുളം മെക്കാനിക്കൽ സർക്കിൾ സൂപ്രണ്ടിംഗ് ഓഫീസിൽ നിന്ന് കേസ് സംബന്ധിച്ച വിവരം അറിയിച്ചിരിക്കുന്നത്. റെഗുലേറ്ററിന്റെ നവീകരണ പണിക്ക് 2 പേരാണ് ടെൻഡർ നൽകിയത്. കുറഞ്ഞ തുക നൽകിയ കരാറുകാരന് കഴിഞ്ഞ ഫെബ്രുവരി 27-ാം തീയതി കരാർ ഉറപ്പിച്ചു. ഇതിൽ ആക്ഷേപം ഉന്നയിച്ച് രണ്ടാമത്തെയാൾ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയായിരുന്നുവെന്ന് ജലവിഭവ വകുപ്പിന്റെ മറുപടിയിൽ പറയുന്നു. പാറളം പള്ളിപ്പുറത്തു നിന്ന് കാണാതായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പള്ളിപ്പുറം അണ്ടിക്കൂട്ടിൽ വീട്ടിൽ പരേതനായ രാമകൃഷ്ണൻ മകൻ 46 വയസ്സുള്ള സുജനാഥ് കൃഷ്ണനെയാണ് ബന്ധുവിന്റെ പണിതീരാത്ത വീടിന്റെ മുകളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏപ്രിൽ 27-ാം തീയതി മുതൽ യുവാവിനെ കാണാതായിരുന്നു. ബന്ധുക്കൾ ചേർപ്പ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഞായറാഴ്ച വൈകിട്ടാണ് വീടിന്റെ മുകൾ നിലയിൽ നിന്ന് ദുർഗന്ധം വന്നതിനെ തുടർന്ന് സമീപവാസികൾ നോക്കിയപ്പോൾ മൃതശരീരം കണ്ടെത്തിയത്. ചേർപ്പ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചാലക്കുടി പുഴയിലെ പരിയാരം കൊമ്പൻപാറ തടയണയിലെ ഷട്ടർ മാറ്റാത്തത് കപ്പത്തോട്ടിൽ വെള്ളം കൂടാനിടയാക്കി. ഇതേ തുടർന്ന് ഏക്കർ കണക്കിന് കൃഷിയിടം വെള്ളത്തിലായി. വേനൽ മഴ ശക്തമാകുമെന്ന ധാരണയില്ലാതിരുന്ന ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ പുഴയിലെ തടയണയുടെ ഷട്ടർ മാറ്റിയിരുന്നില്ല. ഇതേ തുടർന്ന് പുഴയിലെ ജലനിരപ്പ് 1.5 അടി കൂടുകയായിരുന്നു. ഇതോടെ പുഴയിലേക്ക് വന്നു ചേരുന്ന കപ്പത്തോടിന്റെ ഒഴുക്കു നിലച്ചു. ശക്തമായ മഴയിൽ കപ്പത്തോടിലൂടെ വരുന്നതും കൈവഴി തോട്ടിലേക്കുള്ളതുമായ വെള്ളമാണ് ഇതോടെ ഗതിമാറി ഒഴുകി കൃഷിയിടങ്ങളിലെത്തിയത്. പുഴയിലെ ജലനിരപ്പ് താഴാതെ ഇനി തടയണയിലെ ഷട്ടർ മാറ്റാനാവാത്ത സ്ഥിതിയാണ്. 60ഓളം കർഷകരുടെ ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന വിളകളാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത്. ഏക്കർ കണക്കിന് സ്ഥലത്തെ വാഴത്തോട്ടത്തിൽ വെള്ളം കയറിയിട്ട് 3 ദിവസം പിന്നിട്ടു. കോടശ്ശേരി പഞ്ചായത്തിലെ പോത്തോടിത്തോട് കടന്നുപോകുന്ന കമ്പോളി പാടശേഖരത്തിലുമാണ് വെള്ളക്കെട്ട് രൂക്ഷമായി ബാധിച്ചത്. നെല്ലിക്കൽ നാരായണൻ, കിഴക്കേക്കര ഷീബ പ്രസന്നൻ, ഉദനിപ്പറമ്പൻ ദേവസിക്കുട്ടി, ജിൻഡോ തുടങ്ങിയ കർഷകർക്കാണ് വ്യാപക നഷ്ടം സംഭവിച്ചത്.
എടുത്ത് എല്ലാ കൊല്ലം കൃഷി ഇറക്കി കഴിഞ്ഞാൽ കിട്ടേണ്ട സമയം വരുമ്പോൾ വെള്ളം കയറിയൊക്കെ എല്ലാ കൊല്ലം വെള്ളത്തിൽ പോകും. 4 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് എന്നും ഇത് തന്നെ പണി. 500 വാഴ വെച്ച് തൈ കണ്ടത്തിലൊക്കെ വെച്ചിട്ടുണ്ടായി. 500 വാഴ വെച്ചിട്ട് ആ വെള്ളം കയറി കണ്ണൊക്കെ നാശമായി പോയിട്ടാണ് പിന്നെ അത്രയും കിട്ടിയത്. അത്രയും കിട്ടിയിട്ട് ഇപ്പം അതിപ്പോൾ കൊലവെട്ടാറായിപ്പിക്കും. ആദ്യം വെള്ളം കയറി ഒക്കെ നാശമായി നിൽക്കണം. പരിയാരം പഞ്ചായത്ത് അധികൃതരും ഇറിഗേഷൻ ഉദ്യോഗസ്ഥരും തികഞ്ഞ അനാസ്ഥ കാണിച്ചതാണ് വെള്ളക്കെട്ടിനിടയാക്കിയതെന്ന് കർഷകർ പറഞ്ഞു. ഈ ചെക്ക് ഡാമിൻ്റെ പല സമയങ്ങളിൽ ഊരാത്തതിൻ്റെ പേരിലാണ് ഇത്രയും വെള്ളം കയറുന്നത്. ചെക്ക് ഡാമിൻ്റെ പല കൃത്യസമയത്ത് ഊരി കഴിഞ്ഞാൽ 1.5 മീറ്റർ വെള്ളം കുറയും. അത് പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധ കുറവാണ്. അത് ഞങ്ങൾ ബന്ധപ്പെട്ട് എപ്പോഴും അങ്ങനെ അറിയിക്കാറും കളക്ടർക്ക് വരെ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജനീഷ് എന്ന് പറഞ്ഞ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇത് ഊരിക്കാം പിടിക്കാം എന്ന് പറഞ്ഞു. ആദ്യം AXയോട് പറഞ്ഞു, AX അത് ഒഴിഞ്ഞു മാറി. ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർക്ക് വിളിച്ചു പറഞ്ഞിട്ട് നാളെ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷികളൊക്കെ പോലെ ഇപ്പോൾ 2 ദിവസം 24 മണിക്കൂർ ഏത് വാഴ കൃഷിയെ കൊള്ളിയൊക്കെ വെള്ളത്തിൽ കിടന്നാൽ ഒക്കെ പോക്ക് തന്നെയാണ്. കുറ്റിക്കാട് ചങ്കൻകുറ്റി പ്രദേശത്തും ആയിരക്കണക്കിന് വാഴകളും ഏക്കർ കണക്കിന് കപ്പ കൃഷിയും വെള്ളം കയറിയ നിലയിലാണ്. TCV ന്യൂസ്, ചാലക്കുടി. കേന്ദ്ര സംഗീത അക്കാദമി അവാർഡ് നേടിയ കഥകളി ആചാര്യൻ ബാലസുബ്രഹ്മണ്യനെ കോതച്ചിറയിൽ ആദരവ് നൽകി. കോതച്ചിറ അരുണോദയം വായനശാലയുടെ നേതൃത്വത്തിലാണ് ആദരവ് സദസ്സ് സംഘടിപ്പിച്ചത്. മന്ത്രി കെ രാധാകൃഷ്ണൻ ആദരം ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം ഗോപി, കഥകളി നിരൂപകൻ ശ്രീവത്സൻ തിയാടി, വാർഡ് മെമ്പർ പ്രിയ സുരേഷ്, അരുണോദയം വായനശാല പ്രസിഡന്റ് PK മനോജ്, സെക്രട്ടറി അഡ്വക്കേറ്റ് M വിദ്യാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി പഴയന്നൂർ ബ്ലോക്കുകളിലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെയും ഓക്സിലറി അംഗങ്ങളുടെയും കലാമേളയ്ക്ക് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അരങ്ങുണർന്നു. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല HOD ഡോക്ടർ സംഗീത പ്രസാദ് കലാമേള ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സിജു കുമാർ അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി കുടുംബശ്രീ ചെയർപേഴ്സൺ നകുല പ്രമോദ്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, എരുമപ്പെട്ടി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, ജില്ലാ പ്രോഗ്രാം മാനേജർ PR വൃന്ദ തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യ ദിനത്തിൽ നാടോടി നൃത്തം, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി തുടങ്ങിയ മത്സരങ്ങൾ നടന്നു. 12 ഗ്രാമപഞ്ചായത്തുകളിലെയും വടക്കാഞ്ചേരി നഗരസഭയിലെയും കുടുംബശ്രീ അംഗങ്ങളുടെയും ഓക്സിലറി അംഗങ്ങളും പങ്കെടുക്കുന്ന കലാമേളയ്ക്ക് എരുമപ്പെട്ടി പഞ്ചായത്ത് CDS ആണ് ആതിഥേയത്വം വഹിക്കുന്നത്. അന്തിക്കാട് മിനി സിവിൽ സ്റ്റേഷന് മുൻപിലെ റോഡിലെ മുകളിൽ BSNLന്റെ കേബിൾ മുറിഞ്ഞ് വേർപെട്ട് അപകടകരമായ വിധത്തിൽ ഉയർന്നു നിൽക്കുന്നത് മാസങ്ങൾ കഴിഞ്ഞിട്ടും ശരിയാക്കാതെ അധികൃതർ. ജലജീവൻ മിഷന്റെ പൈപ്പ് ഇടുന്നതിനായി കുഴിയെടുത്തപ്പോഴാണ് BSNLന്റെ കേബിളുകൾ മുറിഞ്ഞത്. ഇതേ തുടർന്ന് അന്തിക്കാട് വെറ്ററിനറി പോളിക്ലിനിക്കിലെ ഫോൺ പ്രവർത്തനരഹിതമായി. നിരവധി തവണ BSNL അധികൃതരോട് പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടായില്ലെന്ന് പോളിക്ലിനിക്കിലെ ഡോക്ടർ രേഖ പറഞ്ഞു. റോഡിൽ മുറിഞ്ഞു നിൽക്കുന്ന BSNLന്റെ കേബിളിൽ തട്ടി ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതായും നാട്ടുകാർ പറഞ്ഞു. രജിസ്ട്രേഷൻ പ്രവർത്തന സമയത്ത് ആ മാന്തി ഇപ്പോൾ BSNL കേബിളിൻ്റെ കുറ്റിയാണ് പൊങ്ങി നിൽക്കുന്നത് കാണുന്നത്. ഇത് BSNL ഓഫീസിൽ പലവട്ടം പരാതി കൊടുത്തു. ആശുപത്രിയാണ് അവർ കൊടുത്തു. അവർക്ക് നെറ്റ് കണക്ഷൻ ഇല്ല. ഇതുവരെ BSNL ആളുകൾ വന്നിട്ട് അത് റിപ്പയർ ചെയ്യുക മെയിൻ്റെനൻസ് ചെയ്തില്ല. അപകടമായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആര് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ കെട്ടിമറിഞ്ഞ് വീഴുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. ചാവക്കാട് കടപ്പുറം പഞ്ചായത്തിൽ തൊട്ടാപ്പ് ആനന്ദവാടി മുതൽ വെളിച്ചെണ്ണപ്പടി വരെയുള്ള ഭാഗങ്ങളിൽ റോഡിലേക്ക് തെങ്ങുകൾ ചാഞ്ഞു നിൽക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന റോഡാണിത്. കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും നിരവധി തെങ്ങുകളാണ് കടപുഴകി വീണിരുന്നത്. അപകട ഭീഷണിയായി നിൽക്കുന്ന തെങ്ങുകൾ അടിയന്തരമായി മുറിച്ചു നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കർഷക കോൺഗ്രസ് ഉല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ വിദ്യാ പുരസ്കാര സമർപ്പണവും പഠനോപകരണ വിതരണവും K മുരളീധരൻ MP ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോയ്സൺ ജോസ് അധ്യക്ഷനായി. DCC സെക്രട്ടറി സജീവൻ കുരിയച്ചിറ, കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പൂലുവളപ്പിൽ, കോൺഗ്രസ് നേതാക്കളായ ഷാജു ഫ്രാൻസിസ്, ഫ്രാങ്കോ തൃക്കോക്കാരൻ, ശശി പോട്ടയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഏങ്ങടിയൂർ ദേശീയപാതയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. ബൈക്ക് യാത്രക്കാരും തളിക്കുളം സ്വദേശികളുമായ ശരത് ചന്ദ്രൻ, അഭിജിത്ത്, കാർ യാത്രക്കാരനായ പഴുവിൽ സ്വദേശി സുരേഷ് കുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചിറ്റണ്ട 9ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് രാജീവ് ഗാന്ധി വിദ്യാഭ്യാസ പുരസ്കാരം സമ്മാനിച്ചു. വിരമിച്ച പ്രധാന അധ്യാപകൻ AA അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു. സതീഷ് ഇടമന അധ്യക്ഷനായി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുരളീധരൻ അമ്പലപ്പാട്ട്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി, ഇൻകാസ് സെക്രട്ടറി ചന്ദ്രപ്രകാശ് ഇടമന, ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു.
തുമ്പൂർമുഴി പത്തയാറിൽ വാഹനമിടിച്ച് കാട്ടുപന്നിക്ക് പരിക്ക്. പന്നിയെ കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ മണ്ണുത്തി വെറ്ററിനറി ആശുപത്രിയിലേക്ക് മാറ്റി. പന്നിയെ ഇടിച്ച വാഹനം നിർത്താതെ പോയി. മണത്തല KCB ഓഫീസ് തിങ്കളാഴ്ച മുതൽ പുതിയ കെട്ടിടത്തിലേക്ക് മാറും. മണത്തല പള്ളി ബിൽഡിംഗിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസ് എതിർവശത്തെ പുതിയ കെട്ടിടത്തിലേക്കാണ് മാറി പ്രവർത്തിക്കുന്നത്. രാവിലെ 9 മണിക്ക് തൃശൂർ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ MA ഷാജു ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KS കൃഷ്ണകുമാർ അധ്യക്ഷനാവും. ഓഫീസ് ഉദ്ഘാടനത്തെ തുടർന്ന് തിങ്കളാഴ്ച ഉച്ചവരെ ക്യാഷ് കൌണ്ടർ പ്രവർത്തിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗവും SSLC +2 അവാർഡ് ദാനവും നടത്തി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. KVVES ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ട്രഷറർ ജോയ് മുത്തേടൻ അവാർഡ് ദാനം നിർവഹിച്ചു. ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജോജി തോമസ്, ട്രഷറർ KK സേതുമാധവൻ, വൈസ് പ്രസിഡന്റ്മാരായ CT തമ്പി, KN സുധീർ, KK നടരാജൻ, സെക്രട്ടറിമാരായ PM അബ്ദുൾ ജാഫർ തുടങ്ങിയവർ സംസാരിച്ചു. KV അബ്ദുൾ ഹമീദിനെ പ്രസിഡന്റായും സെക്രട്ടറിയായി ജോജി തോമസിനെയും ട്രഷററായി സേതുമാധവനെയും തെരഞ്ഞെടുത്തു. പഴഞ്ഞി അരുവായി കുഞ്ഞുകുളത്തിന് സമീപം പുതിയതായി നിർമ്മിച്ച നടപ്പാതയുടെ കോൺക്രീറ്റ് കട്ട ഇടിഞ്ഞു താഴ്ന്നു. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് കുളത്തിന് സമീപം നടപ്പാത നിർമ്മിച്ചത്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 10.65 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുളത്തിന് സമീപം നടപ്പാത സ്ഥാപിച്ചത്. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ ഏറ്റവും വലിയ പൊതുകുളമായ അരുവായി കുഞ്ഞുകുളം കേന്ദ്രീകരിച്ച് നീന്തൽ പരിശീലനത്തിന് സൗകര്യമൊരുക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കവുമുണ്ട്. കൈപ്പള്ളിയിലെ PKS പഞ്ചമി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അരിമ്പൂർ AUP സ്കൂളിൽ സ്നേഹസംഗമവും വിദ്യാർത്ഥി ആദരണവും സംഘടിപ്പിച്ചു. PKS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. കുമാർജി അരിമ്പൂർ അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, PKS ഏരിയ സെക്രട്ടറി VV സജീന്ദ്രൻ, ഏരിയ പ്രസിഡന്റ് കൃഷ്ണൻ തുപ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഈ പരിപാടിക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘടന പരിപാടി ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട കുടകര പാറേക്കാട്ടുകര സെന്റ് മേരീസ് ദേവാലയത്തിലെ പരിശുദ്ധ മാതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ബിനിൽ കുരിശുതറ മുഖ്യ കാർമ്മികനായി. പോട്ടക്കാരൻ സന്ദേശം നൽകി. തുടർന്ന് പ്രദക്ഷിണം, ഊട്ടുനേർച്ച എന്നിവർ നടന്നു. ചെറുവനേങ്ങാട് തിപ്പലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് MLA AC മൊയ്തീൻ നടപടി സ്വീകരിക്കുന്നില്ല എന്നാരോപിച്ച് BJP റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. പ്രതിഷേധ യോഗത്തിന് സുധീഷ് പള്ളിക്കുളം, മേഖലാ ജനറൽ സെക്രട്ടറി MS നികേഷ്, എരുമപ്പെട്ടി മണ്ഡലം സെക്രട്ടറി മഹേഷ് തിപ്പലശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. മറ്റത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. മറ്റത്തൂർ, പള്ളമുറി, ചോങ്കുളം എന്നീ ദേശക്കാരുടെ നേതൃത്വത്തിൽ എഴുന്നള്ളിപ്പ് നടന്നു. ചോങ്കുളം ദേശത്തിന്റെ കൊമ്പൻ ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ ഭഗവാന്റെ തടംപേറ്റി. കൊമ്പന്മാരായ തടത്താവിള ശിവയും ബാസ്റ്റിൻ വിനയസുന്ദറും കൂട്ടാനകളായി. ക്ഷേത്രം പ്രസിഡന്റ് MC ദിവാകരൻ, സെക്രട്ടറി രഘുനാഥ് തെക്കത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ബാലസംഘം മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റാലിയും സംഗമവും നടത്തി. പൂവത്തൂരിൽ നടന്ന പാലസ്തീൻ ഐക്യദാർഢ്യ സംഗമം SFI മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് മാധവ് കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. MV ഷാജി, KK മനോജ്, ശോഭ രഞ്ജിത്ത്, PS ഹൃദ്യ തുടങ്ങിയവർ സംസാരിച്ചു. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ തിരുനാൾ ഭക്തിസാന്ദ്രമായി. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജേക്കബ് പള്ളിപ്പുറത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ വിൽസൺ പിടിയത്ത് സഹകാർമ്മികനായിരുന്നു. തുടർന്ന് നേർച്ചകൂട്ട് നടന്നു. ട്രസ്റ്റിമാരായ PJ ലിയോ, PK ആന്റണി, PV പിയൂസ്, ജനറൽ കൺവീനർ CD ജോജു എന്നിവർ നേതൃത്വം നൽകി. പട്ടികജന മഹിളാ സമാജം കേരളയുടെ ജില്ലാ സമ്മേളനം കയ്പമംഗലത്ത് നടന്നു. ET ടൈസൺ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മഹിളാ സമാജം ജില്ലാ പ്രസിഡന്റ് രമണി അനീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പട്ടികജന സമാജം കേരള ജനറൽ സെക്രട്ടറി MS വിജയൻ, SC/ST ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി നിഷ വരന്തരപ്പള്ളി, പട്ടിക വിഭാഗ സമാജം സംസ്ഥാന സമിതി അംഗം PM സുനിത, പട്ടികജന സമാജം കേരള ഉന്നതാധികാര കമ്മിറ്റി ചെയർമാൻ രാജേന്ദ്രബാബു ചാവക്കാട്, ജില്ലാ രക്ഷാധികാരി MG സുന്ദരൻ, ജില്ലാ പ്രസിഡന്റ് KA സുബ്രഹ്മണ്യൻ, ജില്ലാ കൺവീനർ VP ജയൻ തുടങ്ങിയവർ സംസാരിച്ചു.
ബംഗാളി അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതി മുർമുവും ഒക്കെ ഉള്ള നിരവധിയായ ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. ചാലക്കുടി പുഴയിൽ കുളിക്കാനിറങ്ങിയ 3 പേരിൽ 2 പേർ മുങ്ങി മരിച്ചു. ബന്ധുക്കളായ ജ്വാലലക്ഷ്മി, മേഘ എന്നിവരാണ് മരിച്ചത്. പഴുവിൽ 2 വയസ്സുകാരനെ പാടത്തെ വെള്ളക്കെട്ടിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധയേറ്റതായി സംശയം. വയറിളക്കവും ഛർദിയുമായി 85ഓളം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ കോതവറമ്പിൽ സ്വകാര്യ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ റിട്ടയർഡ് SI മരിച്ചു. എറവ് കപ്പലുവള്ളിക്ക് സമീപം നിയന്ത്രണമിട്ട കാർ മതിലിലിടിച്ച് തലകീഴായി മറിഞ്ഞ് 3 പേർക്ക് പരിക്ക്. കാനഡയിൽ കൊല്ലപ്പെട്ട ചാലക്കുടി സ്വദേശിനി ഡോണയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. പ്രതിയെന്ന് സംശയിക്കുന്ന ഭർത്താവിനായി അന്വേഷണം തുടരുന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.